കണ്ടുകൊണ്ടേൻ കാസ്റ്റിംഗ് രഹസ്യങ്ങളുമായി രാജീവ് മേനോൻ സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രം കണ്ടുകൊണ്ടേൻ എന്ന സിനിമയുടെ കാസ്റ്റിംഗിനെ കുറിച്ചുള്ള രസകരമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ചിത്രത്തിൽ തബുവും ഐശ്വര്യ റായും അവതരിപ്പിച്ച വേഷങ്ങളിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് മറ്റു നടിമാരെയായിരുന്നുവെന്ന് രാജീവ് മേനോൻ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു. സിനിമയിലെ ശക്തമായ സ്ത്രീ കഥാപാത്രത്തിനായി താൻ ആദ്യം സമീപിച്ചത് മഞ്ജു വാര്യരെ ആയിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മഞ്ജു വാര്യരുടെ അഭിനയ മികവ് കണ്ട് ഇഷ്ടപ്പെട്ട രാജീവ് മേനോൻ കഥ പറഞ്ഞപ്പോൾ അവർക്കത് ഏറെ ഇഷ്ടമായെങ്കിലും വിവാഹശേഷം അഭിനയം നിർത്താൻ തീരുമാനിച്ചിരുന്ന സമയമായതിനാൽ മഞ്ജു ആ വേഷം നിരസിക്കുകയായിരുന്നു. പിന്നീടാണ് ആ കഥാപാത്രം തബുവിലേക്ക് എത്തിയത്. തബു ആ വേഷം മനോഹരമായി പൂർത്തിയാക്കിയതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ ഐശ്വര്യ റായി അവതരിപ്പിച്ച മീനാക്ഷി എന്ന കഥാപാത്രത്തിനായി ആദ്യം ചിന്തിച്ചിരുന്നത് അന്തരിച്ച നടി സൗന്ദര്യയായിരുന്നു. എന്നാൽ ഭാര്യ ലതയുടെ നിർദ്ദേശപ്രകാരമാണ് ഐശ്വര്യ റായിയെ സമീപിച്ചതെന്നും അത് സിനിമയിലെ തന്നെ ഏറ്റവും ഐക്കോണിക്കായ ജോഡിയെ സമ്മാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് മേനോന്റെ ഏറ്റവും പുതിയ ചിത്രം പേട്രിയറ്റ് തിയേറ്ററുകളിൽ വലിയ കുതിപ്പ് തുടരുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ ഇതിനകം 50.23 കോടി രൂപ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. വിദേശ മാർക്കറ്റുകളിൽ നിന്നാണ് ചിത്രത്തിന് ഏറ്റവും മികച്ച പ്രതികരണം ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 18.73 കോടി രൂപയാണ് ഇതുവരെയുള്ള ഗ്രോസ് കളക്ഷൻ.